Hi friends, welcome back. Next topic എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ്. റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ്. അപ്പോൾ നമുക്കറിയാം ഈ ഇറാഷണൽ നമ്പേഴ്സ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു ഡെഫിനിഷനൊക്കെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം അതായത് 9th ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുള്ളത് ഇതിങ്ങനെയായിരുന്നു. ദ നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിംഗ് ഡെസിമൽസ് ആർ കോൾഡ് ഇറാഷണൽ നമ്പേഴ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് √2 ഒരു ഇറാഷണൽ നമ്പറാണ്, √3 ഇറാഷണൽ നമ്പറാണ്, √5 ഇതൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചു. അപ്പോൾ നമുക്ക് ഈ വർഷം ഉള്ളത് ഈ √2 ഒരു ഇറാഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഓപ്പറേഷൻസും പഠിച്ചു, പിന്നെ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തത് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ അതൊന്നുമല്ല. പ്രൂവ് ദാറ്റ് √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് √3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ, ഇതുപോലെ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പം ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ മറ്റു രണ്ട് കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. എന്താണ് റാഷണൽ നമ്പർ? റാഷണൽ നമ്പേഴ്സിൻ്റെ കാര്യം അതും പഠിച്ചിട്ടുള്ളതാണ്. റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ: ദ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം p/q where p and q are കോപ്രൈംസ്. ഇൻഡിജേഴ്സും ആണ്, കോപ്രൈംസും ആയിരിക്കണം. കോപ്രൈംസ് ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനെ വരുന്ന നമ്പേഴ്സിന് p/q ഫോമിൽ എഴുതാൻ പറ്റണം. പിയും ക്യൂവും കോപ്രൈംസ് ആയിരിക്കണം, q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇത്തരം നമ്പേഴ്സിന് വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ p and q ആർ കോപ്രൈംസ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? കോപ്രൈം നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സ്, സപ്പോസ് 3ഉം ഒരു 5ഉം, ഈ രണ്ട് നമ്പേഴ്സും കോപ്രൈംസ് ആണെന്ന് പറയണമെങ്കിൽ ഇവയുടെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഫാക്ടർ 1ഉം ഇതിൻ്റെ ഇത് 3ഉമാണ്. 5ൻ്റെ ഫാക്ടേഴ്സ് 1ഉം 5ഉം ആണ്. ഈ രണ്ട് നമ്പേഴ്സിനും കോമൺ ആയിട്ട് 1 മാത്രമേ ഫാക്ടർ വരാവൂ. അതായത് കോമൺ ആയിട്ട് 1 അല്ലാതെ മറ്റൊരു ഫാക്ടർ വന്നു കഴിഞ്ഞാൽ അത് കോപ്രൈംസ് അല്ല. ഇവിടെ 1 മാത്രമല്ലേ ഫാക്ടർ ആയിട്ടുള്ളൂ. അതുപോലെ 3, 6 ഇതാ ഇതിൻ്റെ ഫാക്ടേഴ്സ് 1ഉം 3ഉമാണ്. 6ൻ്റെ ഫാക്ടേഴ്സ് 1ഉം 2ഉം 3ഉം പിന്നെ 6 അതിൻ്റെ ഒരു ഫാക്ടർ തന്നെയാണ്. ഇവിടെ നോക്കൂ, 1 ഇതിൽ രണ്ടിലും കോമൺ ഉണ്ട്, 3 രണ്ടിലും കോമൺ ഉണ്ട്. അപ്പോൾ 3 and 6 ആർ നോട്ട് കോപ്രൈംസ്. 1 അല്ലാതെ മറ്റൊരു ഫാക്ടർ കൂടെ എങ്കിലും കോമൺ ആയിട്ട് വന്നാൽ അത് കോപ്രൈംസ് അല്ല. അപ്പോൾ കോപ്രൈം നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, കോപ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഈ സെക്ഷനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് വേണ്ടിയിട്ട് ഒരു തീറം കൂടെ, ഒരു കുഞ്ഞു തീറം കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. ലെറ്റ് p be a prime number if p divides a square then p divides a. ഒരു നമ്പറിൻ്റെ സ്ക്വയറിനെ p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെയും p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തിയറവും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റാഷണലും ഇറാഷണലും കോപ്രൈംസ്, ഇത്രയും കാര്യങ്ങളാണ് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് √3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇതിപ്പോഴത്തെ ബോർഡ് എക്സാമിനേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ √3ക്ക് പകരം √2ഓ √5ഓ വെച്ച് ചോദിക്കാം. അപ്പോൾ ഇതിലേത് ചോദിച്ചാലും ഒരു പ്രത്യേക മെത്തേഡിലാണ് ഇതിനെ സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുന്നത്. ആ മെത്തേഡ് അസംഷൻ മെത്തേഡ് അല്ല എങ്കിൽ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്നതിനെ അറിയപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം, അതിനുശേഷം നമുക്ക് എഴുതാം. ഓക്കെ, ആദ്യം √3 ഇറാഷണൽ ആണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് √3 ഒരു റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ √3 ക്യാൻ ബി റിട്ടൺ ആസ് p/q where p and q are coprimes and q not equal to 0. അപ്പോൾ പിയും ക്യൂവും കോപ്രൈംസ് ആണെന്ന് പറഞ്ഞാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് സ്ക്വയർ ചെയ്തിട്ട് വരുമ്പോൾ ഒരിടത്ത് വെച്ച് p and q ആർ നോട്ട് കോപ്രൈംസ് എന്ന് കിട്ടും. കാരണം പിയിലും ക്യൂവിലും 1 അല്ലാതെ മറ്റൊരു ഫാക്ടർ കൂടെ അവിടെ ഉണ്ടാവും. അപ്പോൾ p and q ആർ നോട്ട് കോപ്രൈംസ് എന്ന് കിട്ടുന്നു. അത് നമ്മുടെ അസംഷനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. അതായത് p and q ആർ കോപ്രൈംസ് എന്നല്ലേ നമ്മൾ അസ്യൂം ചെയ്തതിലുള്ളത്. നമുക്ക് കിട്ടിയത് p and q ആർ നോട്ട് കോപ്രൈംസ് എന്ന് കിട്ടി. അപ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നു. അങ്ങനെ എവിടെയെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ വന്നാൽ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത് റോങ് ആണ്. അസ്യൂം ചെയ്തിരിക്കുന്നത് √3 ഒരു റാഷണൽ ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ അസംഷൻ ഈസ് റോങ്. ദെയർഫോർ √3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ്, അസ്യൂം ദാറ്റ് √3 ഈസ് എ റാഷണൽ നമ്പർ. ദെയർഫോർ √3 ഈക്വൽ ടു p/q where p and q ആർ കോപ്രൈംസ് ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇനി ചെയ്യേണ്ടത് ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. √3 ഡിവൈഡഡ് ബൈ 1 ഉണ്ട്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്: p ഈക്വൽ ടു √3q എന്ന് എഴുതാം. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി p² ഈക്വൽ ടു √3യുടെ സ്ക്വയറും ക്യൂവിൻ്റെ സ്ക്വയറും. √3യുടെ സ്ക്വയർ 3 ആണ്, q
ക്യൂവിൻ്റെ സ്ക്വയർ ക്യൂ സ്ക്വയർ എന്നാണ്. അപ്പോൾ പി സ്ക്വയർ ഈക്വൽ ടു 3 ഇൻറ്റു ക്യൂ സ്ക്വയർ, അതായത് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റി. പി സ്ക്വയറിനെ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആ പി സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇംപ്ലൈസ് 3 ഡിവൈഡ്സ് പി സ്ക്വയർ. നമ്മൾ നേരത്തെ ഒരു തിയറം പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ, അതായത് ഇതിൻ്റെ സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായും 3 ഡിവൈഡ്സ് പി എന്നും എഴുതാം. ഡിവൈഡ്സ് പി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യം, 3 കൊണ്ട് പീനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് 3 ഈസ് എ ഫാക്ടർ ഓഫ് പി, അങ്ങനെയും പറയാം. ദെയർഫോർ 3 ഈസ് എ ഫാക്ടർ ഓഫ് പി. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു പി 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെയും എഴുതാം. പി ഈക്വൽ ടു 3യുടെ മൾട്ടിപ്പിൾ. ഇവിടെ പിയും ക്യൂവും യൂസ് ചെയ്തതുകൊണ്ട് നമുക്കൊരു 6 യൂസ് ചെയ്യാം. 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തല്ലോ പി സ്ക്വയർ ഈക്വൽ ടു 3 ക്യൂ സ്ക്വയർ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. 3 ഈസ് എ ഫാക്ടർ ഓഫ് പി എന്ന് കിട്ടിയില്ലേ, അതിനെ സ്റ്റേറ്റ്മെൻറ്റ് എ എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, ഇനി പി ഈക്വൽ ടു 3R എന്ന് കിട്ടിയത് ഇക്വേഷൻ 1ൽ പിയുടെ സ്ഥാനത്ത് കൊടുക്കണം. അതായത് ഇവിടെ എഴുതേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് പി ഈക്വൽ ടു 3R ഇൻ ഇക്വേഷൻ 1. സോ ഇക്വേഷൻ 1 ഇംപ്ലൈസ് പിയുടെ വാല്യൂ 3R കൊടുക്കണം. അപ്പോൾ 3R ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3Q സ്ക്വയർ. മനസ്സിലായി കാണുമല്ലോ. പിക്ക് പകരം 3R കൊടുത്തു. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9R സ്ക്വയർ എന്നതിനെ എഴുതാം ഈക്വൽ ടു 3Q സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ വെച്ച് ഈ 9ഉം 3യുമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 3 എന്ന് കിട്ടും. അപ്പോൾ ക്യൂ സ്ക്വയർ ഈക്വൽ ടു 3R സ്ക്വയർ എന്ന് എഴുതാം. ബാക്കി ഇങ്ങോട്ട് എഴുതാം. ക്യൂ സ്ക്വയർ ഈക്വൽ ടു 3R സ്ക്വയർ എന്ന് എഴുതാം. ക്യൂ സ്ക്വയർ ഈക്വൽ ടു 3R സ്ക്വയർ. ക്ലിയർ ആണല്ലോ. ഇവിടെ നമുക്ക് കിട്ടിയതുപോലെ അല്ലേ ഇത്. പി സ്ക്വയർ ഈക്വൽ ടു 3Q സ്ക്വയർ എന്ന് എഴുതിയപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി 3 ഡിവൈഡ്സ് പി സ്ക്വയർ. അതുപോലെ ഇവിടെയും 3 ഡിവൈഡ്സ് ക്യൂ സ്ക്വയർ എന്ന് എഴുതാം. ഇംപ്ലൈസ് 3 ഡിവൈഡ്സ് ക്യൂ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് വീണ്ടും എഴുതാൻ പറ്റും 3 ഡിവൈഡ്സ് ക്യൂ. നമ്മൾ നേരത്തെ എഴുതിയ ഒരു തിയറം യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം 3 ഈസ് എ ഫാക്ടർ ഓഫ് ക്യൂ എന്നല്ലേ. ദെയർഫോർ 3 ഈസ് എ ഫാക്ടർ ഓഫ് ക്യൂ. ഇതിനെ സ്റ്റേറ്റ്മെൻറ്റ് ബി എന്ന് കൊടുക്കുക. നമ്മൾ ആ നേരത്തെ എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. 3 ഈസ് എ ഫാക്ടർ ഓഫ് പി എന്ന് എഴുതി. ഇപ്പോൾ കിട്ടിയത് എന്താണ്? 3 ഈസ് എ ഫാക്ടർ ഓഫ് ക്യൂ എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും കമ്പൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഫ്രം സ്റ്റേറ്റ്മെൻറ്റ്സ് എ ആൻഡ് ബി. വി ഗെറ്റ് 3 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് പി ആൻഡ് ക്യൂ. ശരിയല്ലേ? 3 പിയുടെയും ഫാക്ടറാണ്, 3 ക്യൂവിൻ്റെയും ഫാക്ടറാണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് പിൻ്റെയും ക്യൂവിൻ്റെയും ഒരു കോമൺ ഫാക്ടറാണ്. പി ആൻഡ് ക്യൂ അതർ ദാൻ 1 എന്നൂടെ എടുക്കാം. അതർ ദാൻ 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടറാണ് ഈ കിട്ടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ പിയും ക്യൂവും എന്തായിട്ട് മാറും? കോപ്രൈംസ് അല്ലാതായിട്ട് മാറും. കോപ്രൈംസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 എന്നുള്ളൊരു ഫാക്ടർ 1 അല്ലാതെ മറ്റൊരു ഫാക്ടറായിട്ട് കിട്ടി. അതുകൊണ്ട് പി ആൻഡ് ക്യൂ ആർ നോട്ട് കോപ്രൈംസ്. കോപ്രൈംസ് അല്ല എന്ന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തതിനെ അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ദിസ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നതിനെ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഈ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് ഒരു കോൺട്രഡിക്ഷൻ വന്നാൽ നമ്മുടെ അസംഷൻ റോങ് ആണ്. ദെയർഫോർ അവർ അസംഷൻ ഈസ് റോങ്. അങ്ങനെ റോങ് ആണ് എങ്കിൽ ശരിയായിട്ടുള്ളത് എന്തായിരിക്കും? നമ്മളിവിടെ എഴുതിയിട്ടുള്ള √3 റാഷണൽ ആണെന്നല്ലേ. അപ്പോൾ ശരിയായിട്ടുള്ളത് √3 ഈസ് ആൻ ഇറാഷണൽ. ഹെൻസ് √3 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, √3 ഒരു ഇറാഷണൽ ആണെന്ന്. ഇതുപോലെ തന്നെ √2 ചോദിച്ചാൽ ഈ √3യുടെ ഭാഗത്ത് √2 വെച്ച് ചിന്തിച്ചാൽ മതി. ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/√2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ അതും ഇതുപോലെ തന്നെ അസ്യൂം ദാറ്റ് 1/√2 ഈസ് എ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ദെയർഫോർ 1/√2 ഈക്വൽ ടു p/q, വെയർ p ആൻഡ് q ആർ കോപ്രൈംസ് ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. ഇവിടെ ഇങ്ങനെയും കൂടെ ചെയ്യണം.
1/√2 കിടക്കുന്നില്ലേ, അതിനെ റെസിപ്രോക്കൽ എടുക്കുക. രണ്ട് സൈഡിലെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ √2 = Q/P. ഇത് മറ്റേ നേരത്തെ അത് ചെയ്ത മോഡലായില്ലേ, √3, അത് ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ Q = √2P എന്ന് എഴുതാം. ഇനി ചെയ്യേണ്ടത് എന്താ, നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ Q², ഇത് √2ൻ്റെ സ്ക്വയർ 2, പിന്നെ ഇത് P², 2P² എന്ന് കിട്ടുന്നു. ഇതിൻ്റെ അർത്ഥം 2 ഈസ് എ ഫാക്ടർ ഓഫ് Q², അല്ലെങ്കിൽ 2 ഡിവൈഡ്സ് Q² എന്ന് എഴുതാം. ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് Q². എന്നിട്ട് നേരത്തെ എഴുതിയത് എന്താണ്, ആ തിയറം യൂസ് ചെയ്തിട്ട് 2 ഡിവൈഡ്സ് Q എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം 2 ഈസ് എ ഫാക്ടർ ഓഫ് Q എന്നാണ്. Therefore 2 ഈസ് എ ഫാക്ടർ ഓഫ് Q. അതുകൊണ്ട് തന്നെ Q എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിളാണ്. Therefore Q = 2 × R, നേരത്തെ എഴുതുന്നത് പോലെ തന്നെ. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തത് ഇതിനെ സ്ക്വയർ ചെയ്ത് കിട്ടിയ ആ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. 2 ഈസ് എ ഫാക്ടർ ഓഫ് Q എന്ന് പറഞ്ഞ് കിട്ടിയത് അത് സ്റ്റേറ്റ്മെൻറ്റ് A എന്നും കൊടുത്തു. ഇനി Q = 2R എന്നുള്ളത് ഈ Qന് പകരം അവിടെ അപ്ലൈ ചെയ്യണം. സോ ഇക്വേഷൻ 1 implies the Q². That means 2R the whole square = 2P². ഇവിടെ ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4R² = 2P² എന്ന് കിട്ടുന്നു. ഈ 2ഉം 4ഉം കട്ട് ചെയ്തിട്ട് 2 എന്ന് കിട്ടും. സോ P² = 2R² എന്ന് എഴുതാം. ശരിയാണല്ലോ. ഇതിൽ നിന്ന് എന്ത് പറയാം, 2 ഡിവൈഡ്സ് P² ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് P². വീണ്ടും 2 ഡിവൈഡ്സ് P എന്നും എഴുതാൻ പറ്റുമല്ലോ. 2 ഡിവൈഡ്സ് P. അത്രയും ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് 2 ഈസ് എ ഫാക്ടർ ഓഫ് P. 2 ഈസ് എ ഫാക്ടർ ഓഫ് P. ലെറ്റ് ഇറ്റ് ബി സ്റ്റേറ്റ്മെൻറ്റ് B. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഈ എയും ബിയും കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ 2 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് P ആൻഡ് Q അതർ ദാൻ 1. അപ്പോൾ ഇവിടെ എഴുതാം, ഫ്രം A and B we get 2 is a common factor of both P and Q other than 1. 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടറാണ്, പിയുടെയും ക്യൂയുടെയും മറ്റൊരു കോമൺ ഫാക്ടറാണ് 2 എന്ന് പറയുന്നത്. Therefore P and Q are not coprimes. കോപ്രൈംസ് അല്ല എന്ന് കിട്ടിയാൽ നമ്മൾ കോപ്രൈംസ് ആണ് എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നതിനെ അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എഴുതേണ്ടത് ദിസ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. നെക്സ്റ്റ് നേരത്തെ എഴുതിയ സെൻറ്റൻസ് ഓർമ്മയുണ്ടല്ലോ, therefore our assumption is wrong. അങ്ങനെ എഴുതിയതിന് ശേഷം ശരിയായിട്ടുള്ള അസംഷൻ എഴുതാം. ശരിയായിട്ടുള്ള അസംഷൻ അല്ല, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. Therefore our assumption is wrong. അങ്ങനെയാണെങ്കിൽ ശരിയായിട്ടുള്ളത് എന്തായിരിക്കും? ഹെൻസ് 1/√2 ആണ് റാഷണൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1/√2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ വേറെ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. 1/√2 ആണ് റാഷണൽ ആയിട്ട് എടുത്തിട്ട് P/Q ഫോമിൽ എഴുതി, എന്നിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തതിന് ശേഷം ബാക്കിയെല്ലാം നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രൊസീജിയറാണ്. ഇനി 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് 2√5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇത് പതിവ് പോലെ അസ്യൂം ദാറ്റ് 2√5 ഈസ് എ റാഷണൽ നമ്പർ, അത് എഴുതണം. പക്ഷേ നേരത്തെ ചെയ്തതുപോലെ അത്രയും കൂടുതൽ സ്റ്റെപ്പുകളൊന്നുമില്ല, കുറച്ചുകൂടെ ഈസിയാണത്. അപ്പോൾ 2√5 റാഷണൽ ആണ് എങ്കിൽ അതിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റും. വേർ P ആൻഡ് Q ആർ കോപ്രൈംസ് ആൻഡ് Q not equal to 0. ഇതൊക്കെ സെയിം തന്നെയാണ്. അടുത്ത് ചെയ്യേണ്ടത് ഈ 2 റൈറ്റ് സൈഡ് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ √5 = P / 2Q എന്ന് കിട്ടുമല്ലോ അല്ലേ. ഇനി ഇവിടെ എഴുതേണ്ടത് ഹിയർ P ആൻഡ് Q ആർ കോപ്രൈംസ്. Therefore P/2Q ഈസ് എ റാഷണൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ P/2Q ഇത്രയും പാർട്ട് ഒരു റാഷണൽ ആവും. പക്ഷേ ഈ P/2Q എന്ന് പറയുന്നത് √5 ഈക്വൽ അല്ലേ. അതുകൊണ്ട് തന്നെ ഇംപ്ലൈസ് √5 ഈസ് എ റാഷണൽ നമ്പർ. ഇത് റാഷണൽ ആണെങ്കിൽ ഈ പാർട്ടും റാഷണൽ അല്ലേ. അതുകൊണ്ട് √5 ഈസ് എ റാഷണൽ നമ്പർ എന്ന് കിട്ടും. പക്ഷേ ഇവിടെ എഴുതേണ്ട ഒരു കാര്യം,
√5 ഒരു ഇറാഷണൽ ആണെന്ന് നമുക്കറിയാം. ആ ഫാക്റ്റിനെ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എഴുതേണ്ടത് ദിസ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ എന്നല്ല, ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് √5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ ആണെന്നുള്ള ആ ഫാക്റ്റിനെ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ വന്നാൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് തെറ്റാണ്. അവർ അസംഷൻ ഈസ് റോങ്. അസംഷൻ റോങ് ആണെങ്കിൽ ശരിയായിട്ടുള്ളത് ഇവിടെ എഴുതാം. 2√5 ഒരു റാഷണൽ എന്നല്ലേ എടുത്തിട്ടില്ലേ? അപ്പോൾ ശരിയായിട്ടുള്ളത് ഹെൻസ് 2√5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഇത് വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഏകദേശം ഇതുപോലത്തതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അതും കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് 5 + 3√2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. പതിവ് പോലെ അസ്യൂം ദാറ്റ് 5 + 3√2 ഈസ് എ റാഷണൽ നമ്പർ. ദെയർഫോർ 5 + 3√2 ഈക്വൽ ടു P/Q, വെയർ P ആൻഡ് Q ആർ കോപ്രൈംസ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. ഇതും നേരത്തെ പോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഈ 5 റൈറ്റ് സൈഡ് കൊണ്ടുപോവുക. അപ്പോൾ ഇതിനെ 3√2 ഈക്വൽ ടു P/Q -5 എന്ന് എഴുതാമല്ലോ. ഇനി ചെയ്യേണ്ടത് ഇവിടെ LCM എടുത്തിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ അത് എഴുതണം. അതായത് 3√2 ഈക്വൽ ടു, ഇവിടെ ഡിനോമിനേറ്റർ Q ആണ്, ഈ P അതുപോലെ എഴുതിയിട്ട് Q ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5Q. അതിനുശേഷം √2 ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം. നേരത്തെ നമ്മൾ √5 ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയില്ലേ? അതുപോലെ √2 ഈക്വൽ ടു P -5Q ഡിവൈഡഡ് ബൈ ഈ 3 റൈറ്റ്സ് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 3Q ഇങ്ങനെ കിട്ടും. ഇവിടെയും നേരത്തെ ക്വസ്റ്റ്യനിൽ എഴുതിയതുപോലെ ഹിയർ P ആൻഡ് Q ആർ കോപ്രൈംസ്. ഹിയർ P ആൻഡ് Q ആർ കോപ്രൈംസ്. ദെയർഫോർ ഇത്രയും പാർട്ട്, അതായത് P -5Q ഡിവൈഡഡ് ബൈ 3Q ഈസ് എ റാഷണൽ നമ്പർ. ഇതൊരു റാഷണൽ നമ്പർ ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും പാർട്ട് ഈക്വൽ ടു √2 എന്നല്ലേ? അപ്പോൾ ഇത് റാഷണൽ ആണെങ്കിൽ ഇതും റാഷണൽ ആയിരിക്കണം. ഇംപ്ലൈസ് √2 ഈസ് എ റാഷണൽ നമ്പർ. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതിയത് ഓർമ്മയുണ്ടല്ലോ? ഈ √2 ഇറാഷണൽ ആണെന്ന് നമുക്കറിയാം. ആ ഫാക്റ്റിനെ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യും. അപ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഈ √2 ഇറാഷണൽ നമ്പർ ആണ് എന്നുള്ള ഫാക്റ്റിനെ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. √2 റാഷണൽ എന്നല്ലേ കിട്ടിയത്? അപ്പോൾ അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു. ഇവിടെ എവിടെയെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ വന്നാൽ നമ്മൾ എടുത്തിട്ടുള്ള അസംഷൻ റോങ് ആണ്. ദെയർഫോർ അവർ അസംഷൻ ഈസ് റോങ്. നെക്സ്റ്റ് ലാസ്റ്റ് സെന്റൻസ് അറിയാലോ. റോങ് ആണെങ്കിൽ ശരിയായിട്ടുള്ളത് എന്തായിരിക്കും? 5 + 3√2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ദെയർഫോർ എന്നോ ഹെൻസ് എന്നോ ഇവിടെ എഴുതാം. ഹെൻസ് 5 + 2√2 5 + 3√2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഇത്രയും ഈസിയാണ് ഇതൊക്കെ. ഇത്രയും ചെയ്തതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായും പബ്ലിക് എക്സാമിനേഷൻ, നമ്മുടെ ബോർഡ് എക്സാമിനേഷന് ചോദിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടുള്ളതുണ്ട് എങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒപ്പം മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻസ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. നമുക്കത് അടുത്ത വീഡിയോയിൽ അത് പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.